everyone, welcome to Salem Learning Anatomy ആണ്. അപ്പോൾ മക്കളെ അടുത്ത എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് സയൻസ് ആണ്. അപ്പോൾ ബേസിക് സയൻസിന് വേണ്ടി നിങ്ങൾ എല്ലാവരും അടിപൊളിയായി പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചിത്രീകരണം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയ ഘട്ടങ്ങൾ പൂർത്തിയാക്കുക. ഒബ്സർവ് ദി ഇലിസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദി സ്റ്റാറ്റസ് ഓഫ് എ ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഫിൽ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന എന്താണ്? അന്തരീക്ഷ വായു സസ്യത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ അറ്റ്മോസ്ഫിയറിക് എയർ. അതായത് ആദ്യം ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. എന്താണ് യൂസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. എങ്കിൽ അടുത്ത പോയിന്റ് എന്തായിരിക്കും? ഓക്സിജനെ റിലീസ് ചെയ്യുന്നുണ്ട്. സോ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഈസ് റിലീസ്ഡ്. അതാണ് അടുത്ത പോയിന്റ്. ഇനി ഈ ഫോട്ടോസിന്തസിസ് മാത്രമാണോ നമ്മുടെ സസ്യങ്ങൾ നടത്തുന്നത്? അല്ല അല്ലേ. അതേ സമയം തന്നെ അവ ശ്വസിക്കുന്നുണ്ട്, അതായത് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഈ റെസ്പിറേഷനിൽ എന്താണ് അവർ ആഗിരണം ചെയ്യുന്നത്? ഓക്സിജൻ ആണ് അത് അബ്സോർബ് ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഓക്സിജൻ ഈസ് അബ്സോർബ്ഡ്. ഓക്സിജൻ ഈസ് അബ്സോർബ്ഡ്. ഓക്കെ, ഇനി അടുത്തത് എന്തായിരിക്കും? ശ്വസനത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ സ്വീകരിക്കുകയും പിന്നെ എന്താ നമ്മൾ പുറത്തേക്ക് വിടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. സോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിലീസ്ഡ്. ഓക്കെ, റിലീസ്ഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആ ഒരു കാര്യങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം പ്ലാന്റ്സിന്റെ കേസിൽ ഫോട്ടോസിന്തസിസ് നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവർ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. ഇനി അതേ സമയം റെസ്പിറേഷൻ നടത്തുമ്പോൾ എന്താ ചെയ്യുന്നത്? അവർ ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സൂക്ഷ്മജീവികൾ ഉപകാരികളാവുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി അവ നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. അതായത് ഫൈൻഡ് സം ഇൻസ്റ്റൻസ് വെയർ മൈക്രോ ഓർഗാനിസം ആർ ബെനിഫിഷ്യൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡെയിലി യൂസിൽ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിലൊക്കെ ധാരാളം മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ ഉപകാരങ്ങൾ കിട്ടുന്നുണ്ട്, കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കിച്ചണിൽ മാത്രമല്ല, മറ്റ് പല ഭാഗങ്ങളിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് അതേപോലെ മൈക്രോ ഓർഗാനിസത്തിന്റെ യൂസേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് ഏതൊക്കെയാണ് സന്ദർഭങ്ങൾ എന്ന് നമുക്കൊന്ന് വ്യക്തമായിട്ടൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ കുറച്ച് സന്ദർഭങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലതിനം ബാക്ടീരിയകളാണ്. പിന്നെ അത് മാത്രമല്ല, ജൈവ അവശിഷ്ടങ്ങളെ വിഘടിച്ച് മണ്ണിലാക്കുന്നത്, അതുപോലെ തന്നെ പാല് തൈരാക്കി മാറ്റുന്നത്, അരിമാവ് പുളിപ്പിക്കുന്നത്, പിന്നെ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നമ്മൾ യൂസ് ചെയ്യാൻ, നമ്മൾ ഇൻ ദ സെൻസ് പ്ലാന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതിനുവേണ്ടി അവരെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്, പിന്നെ ചികിത്സാ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു. അങ്ങനെ ധാരാളം ബെനിഫിറ്റ്സ് നമ്മുടെ മൈക്രോ ഓർഗാനിസം കൊണ്ട് നമുക്കുണ്ട്. അപ്പൊ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇതുപോലുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാനായിട്ട് പറ്റും. അത് മാത്രമല്ല, കൃത്യം 7 മണിക്ക് നമ്മുടെ ബേസിക് സയൻസിന് മെഗാ മാരത്തോണും ഉണ്ട്. അതിനെല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരാനും മറന്നു പോകരുത്. സോ ഇതിന്റെ കൂടെ തന്നെ നിങ്ങളോട് വേറൊരു കാര്യം കൂടെ മിസ് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സൈലം ഇതാ നിങ്ങൾക്കായിട്ടൊരു പുതിയ ബാച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. 10% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങളിപ്പോൾ കുറേ മക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓഫർ നമ്മൾ ഇത് 23-ാം തീയതി വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗുഡ് ന്യൂസും കൂടി ഈ ഒരു ടൈം ഞാനിതാ പറയുക ആഗ്രഹിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എനിവേ നാളത്തെ എക്സാം നമുക്ക് അടിപൊളിയാക്കാം. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. Thank you so much. Bye bye.